പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് ജമാഅത്തെ? ജമാഅത്തെ എന്ന് പറയുന്നത് ഇസ്ലാമിക ബ്രദർഹുഡിൻ്റെ ഭാഗമായി മൗദൂദിയൻ ആശയങ്ങളാൽ ആകൃഷ്ടരായി മതരാഷ്ട്രവാദം ഉറപ്പിച്ചു നിർത്തിയ ഒരു പ്രസ്ഥാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1985 വരെ ഇന്ത്യയിലെ ഒരു തിരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വിശ്വാസികൾ വോട്ട് രേഖപ്പെടുത്താൻ അവരുടെ മതവിശ്വാസം അവരെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അത് 1985 വരെയുള്ളതാണെന്നാണ് നമ്മൾ കരുതിയതെങ്കിൽ നമ്മളുടെ ചാനൽ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു നേതാവ് ഇപ്പോഴും അത് ശിർക്കാണ്, അതായത് ബഹുദൈവാരാധനയ്ക്ക് തുല്യമാണ് ഏതെങ്കിലും അനിസ്ലാമികമായിട്ടുള്ള അധികാരത്തെ സ്ഥാപിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞത് നമ്മൾ തന്നെ വാർത്തയാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് മൗദൂദിയൻ മതരാഷ്ട്രവാദം അവസാനിപ്പിച്ചു എന്നവരുടെ അമീർ പറയുമ്പോഴും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോഴും പറയുന്നത് അത് ശിർക്കാണ്, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് പോലും ശിർക്കാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു വിഭാഗം ജമാഅത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. അവർക്ക് ജനാധിപത്യവുമായി എന്ത് ബന്ധമെന്ന ചോദ്യത്തിന് അവർക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിനും അപ്പുറത്തേക്കുള്ള മറ്റേത് അധികാര സ്വരൂപങ്ങളെയും നിഷേധിക്കുന്നു. അത് നിഷേധിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ബഹുഭൂരിപക്ഷം സുന്നി വിഭാഗങ്ങളിൽപ്പെട്ടവരും സമസ്തയിലെ തന്നെ ഭൂരിപക്ഷം ആളുകളും ജമാഅത്തെ ഇസ്ലാമിയുമായി ആരോഗ്യകരമായ ഒരു അകലം പാലിക്കുന്നത്. എന്താണ് അകലത്തിൻ്റെ കാരണം? അകലത്തിൻ്റെ കാരണം മറ്റെല്ലാ സുന്നി വിശ്വാസികളും അതാത് സംവിധാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ സംവിധാനത്തിൻ്റെ കീഴിൽ നിയമത്തെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക ജീവിത രീതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മറിച്ചൊരു ഇസ്ലാമിക ബ്രദർഹുഡിൻ്റെ ഭാഗമായി ഒരു മതരാഷ്ട്രവാദം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ മതരാഷ്ട്രവാദത്തിന് പുറത്തുള്ളതെന്തും ശിർക്കായി കണക്കാക്കുന്ന ഒരു സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത്. ഇതിൽ നിന്ന് എത്ര പിന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും അടിസ്ഥാനമായ ആശയങ്ങളിൽ നിന്ന് മൗദൂദിയൻ സങ്കല്പങ്ങളിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. തെളിവുകൾ പലതാണ്, നമുക്ക് വേണ്ടുന്ന ഘട്ടങ്ങളിൽ ഇത് പറയാം. ഇനി രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് പറയാം. 1985 ശേഷമാണ്, അതായത് അവർക്ക് ഈ ശിർക്ക അല്ല എന്നവർ തീരുമാനിച്ചത്, വോട്ട് രേഖപ്പെടുത്തുന്നത് ശിർക്കല്ല എന്ന് തത്വത്തിൽ തീരുമാനിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയായി രൂപം കൊള്ളുന്നത് 1985 ശേഷം, രാഷ്ട്രീയ സംഘടനയായി രൂപം കൊള്ളുന്നതിന് മുൻപ് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത് 85 ശേഷമാണ്. ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് പറയാം. 1987 പ്രബോധനത്തിൽ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രബോധനത്തിൽ ഇങ്ങനെ എഴുതുന്നു, അവർ 1987 അസംബ്ലി പാർലമെന്റ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ആർക്കൊപ്പമായിരുന്നു എന്ന ചോദ്യം. UDF പറയുന്ന ഒരു പ്രധാനപ്പെട്ട നരേഷൻ കഴിഞ്ഞ 30 വർഷമായി 1987 മുതൽ 2019 വരെ LDFനെ ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്നവരാണ് ഈ വെൽഫെയർ പാർട്ടി അഥവാ ജമാഅത്തെ ഇസ്ലാമി എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിന് ഖണ്ഡിക്കാൻ പറ്റുന്ന ഒരു വാദം പ്രബോധനത്തിൽ തന്നെയുണ്ട്. 1987 ടു കോട്ട്, അസംബ്ലി, പാർലമെന്റ്, തദ്ദേശ ഭരണ സമിതികൾ എന്നിവയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ജമാഅത്ത് അംഗങ്ങൾ ആദ്യമായി വോട്ട് ചെയ്തു. മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുകയെന്ന ജമാഅത്തിന്റെ നിലപാട് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടു. മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്ക് ജമാഅത്തെ വോട്ട് നൽകുകയുണ്ടായില്ല. മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്ക് ജമാഅത്തെ വോട്ട് നൽകുകയുണ്ടായില്ല. ജമാഅത്തെ ഇസ്ലാമി 70-80കളിൽ പ്രബോധനത്തിന്റെ 50ാം വാർഷിക പതിപ്പിലുള്ള വാചകമാണ്. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിയാണ് ആ തിരഞ്ഞെടുപ്പിൽ ഒരേ ഒരു പാർട്ടിക്ക് മാത്രമാണ് വോട്ട് കൊടുക്കാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യം അന്ന് വെൽഫെയർ പാർട്ടി ഇല്ല 1987. ആ കൊടുക്കാതിരുന്ന പാർട്ടി വിശേഷിപ്പിച്ചത് എന്താണ്? മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കുകയുണ്ടായില്ല എന്നാണ് ജമാഅത്തയുടെ തന്നെ പ്രബോധനത്തിൽ പറയുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട തെളിവ്. അപ്പോൾ 1987 ഇടതുപക്ഷത്തിന് ഈ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുമായി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബാന്ധവം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ CPM തന്നെ CPM എന്ന് പറയുന്ന പാർട്ടിയെ ജമാഅത്തെ ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന 1987 മുതൽ 92 വരെ നഖശികാന്തം എതിർത്തിരുന്നു. അപ്പോൾ ഒരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ 92 ശേഷം എന്തുകൊണ്ടായിരിക്കും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്? അപ്പോൾ 87 മുതൽ 92 വരെ റദ്ദായിപ്പോയി. ഇനി 92 ശേഷം സംഭവിച്ചത് ഞാൻ പറയാം. ഈ ജമാഅത്തെ ഇസ്ലാമിയെ 2 തവണ മാത്രമാണ് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് 1950കളിലാണ്, രണ്ടാമത്തത് 1992ലാണ്. 2 തവണയും ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയെ ബാൻ ചെയ്ത പാർട്ടിയുടെ പേര് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നാ. രണ്ടാമത്തെ തവണ ബാൻ ചെയ്തത് 1992 UAPA ചുമത്തിയ.
എന്താ കാര്യം? ബാബറി മസ്ജിദിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധങ്ങളെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ബാൻ ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ബാൻ ചെയ്ത് കഴിയുന്ന സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റൊരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം. 92-ലെ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നില്ല. തുടർന്ന് 94 മുതൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിയില്ല. തങ്ങളെ ബാൻ ചെയ്ത കോൺഗ്രസിന് അങ്ങനെ വോട്ട് ചെയ്യും? അത് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. വ്യത്യസ്ത മുന്നണികൾക്ക് അവിടെയാണ് അവർ വീണ്ടും ആ സങ്കല്പം കൊണ്ടുവരുന്നത്. സ്ഥാനാർത്ഥികളുടെ മൂല്യത്തിനനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തുമെന്ന അവസരവാദപരമായ നിലപാടെടുക്കുന്നത് ഈ ബാനിന് ശേഷമാണ്. 94-ന് ശേഷമാണ് ആ നിലപാടെടുക്കുന്നത്. അങ്ങനെ മാറിയും തിരിഞ്ഞും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ LDF മാത്രമാണോ ജമാഅത്തയുടെ വോട്ട് കിട്ടിയിരിക്കുന്നത്? അല്ല. ജമാഅത്തയുടെ വോട്ട് 2010 വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നത് വരെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും, തലശ്ശേരിയിൽ വാങ്ങിയിട്ടുണ്ട് UDF, മലപ്പുറത്ത് പലയിടങ്ങളിലും UDFന്റെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും UDFും ലീഗും വാങ്ങിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടി അഥവാ ജമാഅത്തയും ചേർന്ന് ലീഗിനെ പരാജയപ്പെടുത്താൻ സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പ്രാദേശികമായി പല സംവിധാനങ്ങളിലും നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും LDFുമായിട്ട് പല പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലും സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ആ സഖ്യങ്ങളിൽ പലതും ഒരു പ്രീ ഇലക്ട്രൽ അലയൻസ് ആയിരുന്നില്ല. വഴിക്കടവിൽ നേരത്തെ നരോക്കാബിൽ പറഞ്ഞതുപോലെ അതൊരു പോസ്റ്റ് അലയൻസ് ആയിരുന്നു. അന്ന് നരോക്കാബിൽ മത്സരിക്കുമ്പോൾ CPM സ്ഥാനാർത്ഥിയുണ്ട്. ആ സമയത്ത് CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാണ് അവിടെ വെൽഫെയർ പാർട്ടിയിലെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതും പിന്നീട് ആ പഞ്ചായത്ത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടുകൂടി LDF നിലനിർത്തുന്നതും. ആ പോയിന്റാണ് ഞാൻ ആവർത്തിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ LDF മാത്രമായിട്ടല്ല നിലപാട് സ്വീകരിച്ചത്. പക്ഷെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തുടക്കത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രബോധനത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളതാണ്. ഇനി 2009-ലെ കാര്യം നേരത്തെ സ്മൃതി പറഞ്ഞു. 2010 അതായത് വെൽഫെയർ പാർട്ടി രൂപീകൃതമാവുന്ന സമയത്ത് എന്താണ് പിണറായി വിജയൻ ഈ ജമാഅത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാചകം? ജമാഅത്തെ ഇസ്ലാമിയും CPM നിലപാടും എന്ന വിഷയത്തെപ്പറ്റി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: കലാപഭൂമികളിൽ വെറുപ്പിന്റെയും ഹിംസയുടെയും തീ കൊളുത്തുന്ന ഏതു ശക്തിയെയും ചെറുത്തു തോൽപ്പിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ അനിവാര്യമായ കർത്തവ്യമാണ്. അതിനാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖം മൂടി വലിച്ചു കീറുക എന്ന ദൗത്യവും CPMനുണ്ട് എന്നായിരുന്നു പാർട്ടി സെക്രട്ടറി അന്ന് ഈ മൗദൂദിയൻ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഇത് 2010-ലാണെന്ന് ഓർമ്മിക്കണം. 2010 അതായിരുന്നു രാഷ്ട്രീയമായ നിലപാട്. പ്രാദേശികമായി നീങ്ങുന്ന സഖ്യങ്ങളും പൊതുവായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളും തമ്മിൽ അന്തരമുണ്ട്. ഇന്നേ വരെ ഏതെങ്കിലും തരത്തിൽ വെൽഫെയർ പാർട്ടിയുമായി ഒരു തുറന്ന സഖ്യത്തിന് CPM തയ്യാറായിരുന്നില്ലെന്ന് മാത്രമല്ല 1987-ലുള്ള അതേ നിലപാടാണ് ആശയപരമായി ഇന്നും ഇടതുമുന്നണി സ്വീകരിക്കുന്നത്.